ഇതിനകത്ത് ആദ്യത്തെ ഉദാഹരണമായിട്ട് പറയുന്നത് കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് എന്നിങ്ങനെയുള്ള രണ്ട് വാക്കുകളാണ്. അപ്പം ഇതിനകത്ത് വരുന്ന പൗനരുക്ത ദോഷം എന്താണ്? ഏത് വാക്കുകളാണ് രണ്ടും അടുത്തടുത്ത് വരുന്നത്? ഇപ്പം ഓട്ട്, ഏക്ക് ഇത് രണ്ടും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് എന്ന് പറയുന്നതിന് പകരം കിഴക്കോട്ട്, മേലോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലേ വരുന്നുള്ളൂ. അപ്പം പൗനരുക്ത ദോഷത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ ഉദാഹരണമാണ് ആദ്യം പറയുന്നത്. പിന്നെയും ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കുറച്ചെണ്ണം എടുക്കാം. ഇതുപോലെയുള്ള ഉപയോഗമാണ് കുട്ടികൾക്കും കൂടി അറിയാം. അപ്പം അതിനകത്ത് എന്താ വരുന്നത്? എന്നുള്ളതും കൂടി എന്നുള്ളതും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും കൂടി അറിയാം എന്നുള്ളതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? കുട്ടികൾക്കും അറിയാം എന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടി അറിയാം എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ എന്നുള്ളതും കൂടി എന്നുള്ളതും ഒരേ അർത്ഥമുള്ള പദങ്ങളാണ്. അപ്പം ഇതിലെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ ഇതേ രീതിയിൽ വരുന്ന മറ്റ് രണ്ട് ഉദാഹരണങ്ങളാണ് ഈ രണ്ട് വീതം, പതിപ്പത്ത് വീതം എന്നുള്ളത്. ഇതിൽ ഈ രണ്ടെന്നും പതിപ്പത്തെന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം പതിപ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വീതം എന്നാണ് അർത്ഥം. അതുപോലെ ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീതം എന്നാണ് അർത്ഥം. അപ്പോൾ വീണ്ടും വീതം വീതം എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം ഈ രണ്ടെന്നോ പതിപ്പത്തെന്നോ അല്ലെങ്കിൽ 10 വീതെന്നോ 2 വീതെന്നോ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ആവർത്തിച്ച് അടുത്തടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള ഭാഷാ വൈകൃതങ്ങളെ ഒഴിവാക്കണമെന്നാണ് കുട്ടികൃഷ്ണന്മാരാർ പറയുന്നത്. ഇനി പൗനരുക്ത ദോഷത്തിന് സംസ്കൃതത്തിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ സംസ്കൃത ഭാഷാപദങ്ങളെ ഇങ്ങനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയുണ്ട് എന്ന് പറയുന്നു. അതിന് ഒരു ആദ്യത്തെ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് നാസിക ചൂർണ്ണപ്പൊടി എന്നുള്ളൊരു ഉപയോഗമാണ്. അത് നമ്മൾ തെറ്റായിട്ട് പലയിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചൂർണം എന്ന് പറഞ്ഞാലും പൊടി എന്ന് പറഞ്ഞാലും രണ്ട് വാക്കിനും എന്താ അർത്ഥം? പൊടി എന്ന അർത്ഥം. അപ്പോൾ പിന്നെ പൊടി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നാസിക ചൂർണം എന്ന് പറയേണ്ട ആവശ്യമല്ലേ വരുന്നുള്ളൂ. നമ്മൾ മൂക്കിപ്പൊടിയുടെ കാര്യം പറയണം കേട്ടോ. ഇനി അടുത്തൊരു ഉദാഹരണം പറയുന്നത് ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ. അപ്പോൾ അതിനകത്ത് വരുന്ന റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഒരേ പദങ്ങൾ ആവർത്തിച്ച് വരുന്നത് ഏതാണ്? ഇപ്പോൾ ജോലി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതുപോലെ ചെയ്യുക എന്ന് പറയുന്നതും ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരേ അർത്ഥമുള്ള പദങ്ങൾ അടുത്തടുത്ത് വരേണ്ട ആവശ്യം വരുന്നുണ്ടോ? ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ എന്നുള്ളതിന് പകരം ജോലിയിലുള്ള കൃത്യനിഷ്ഠ എന്ന് പറയേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം സംസ്കൃത ഭാഷയിൽ നിന്ന് വരുന്ന പൗനരുക്ത ദോഷത്തിന് വരുന്ന രണ്ട് ഉദാഹരണങ്ങളും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഉള്ള മറ്റൊരു തെറ്റാണ് ഇംഗ്ലീഷിലുള്ള ബട്ടിൻ്റെ പ്രയോഗം. അപ്പം നമ്മൾ പലപ്പോഴും പല വാക്കുകളും ഇംഗ്ലീഷിൽ നിന്ന് നേരെ എടുത്ത് മലയാള തർജ്ജമ കൊണ്ടുവരാറുണ്ട്. അത് പലപ്പോഴും മലയാളത്തിനൊരു ഭംഗി കുറവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. രാമൻ വിഡ്ഢിയല്ല, എന്നാൽ സമർത്ഥനാകുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ എന്നാൽ എന്നുള്ള പ്രയോഗം ഭട്ടിൻ്റെ നേരെ തർജ്ജമയായിട്ട് വന്നിട്ടുള്ളതാണ്. രാമൻ വിഡ്ഢിയല്ല, എന്നാൽ സമർത്ഥനാകുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ ശരിയായിട്ടുള്ള പ്രയോഗം എന്താണ്? എന്നാൽ എന്നതിന് പകരം പിന്നെയോ എന്നുള്ളതാണ് മലയാളത്തിൽ അതിന് ശരിയായിട്ട് വരുന്ന പ്രയോഗമായിട്ട് വരുന്നത്. രാമൻ വിഡ്ഢിയല്ല, പിന്നെയോ സമർത്ഥനാകുന്നു. അതാണ് ശൈലീപരമായിട്ടുള്ള യഥാർത്ഥ പ്രയോഗം. ഈ ബട്ട് എന്ന് പറയുന്നതിന് നേരെ മലയാള തർജ്ജമയായിട്ട് എന്നാൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഭംഗി കുറവുണ്ട്. അതൊരു ഭാഷയെ വൈകൃതമാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പൗനരുക്ത ദോഷം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരേ അർത്ഥമുള്ള പദങ്ങൾ അടുത്തടുത്ത് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന രീതി. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് കുട്ടികൾക്കും കൂടി അറിയാം. ഈ 2 വീതം, 10 വീതം, അങ്ങനെ 3 ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെ സംസ്കൃത ഭാഷാപദങ്ങളെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു.
നാസിക ചൂർണപ്പൊടി, ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ, അതുകൂടാതെ ഇംഗ്ലീഷിലെ ബട്ടിൻ്റെ പ്രയോഗം അനാവശ്യമായി വരുന്നതിനും ഉദാഹരണം പറഞ്ഞു. എന്നാൽ എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും ശരിയാവില്ല. എന്നാൽ എന്നുള്ളതിന് പകരം പലപ്പോഴും പിന്നെയോ എന്ന് ചേർക്കുന്നതായിരിക്കും ശരി. അപ്പോൾ ആ ഭാഗം ക്ലിയറായെന്ന് വിചാരിക്കണം കേട്ടോ.